വാഹനം പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാകണം മുണ്ടക്കൈക്ക്. അല്ലാതെ നമുക്ക് ആ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കാൻ കഴിയുകയില്ല. NDRF അവിടെ എത്തിയാലും ഏതെങ്കിലും ആളുകൾ പരിക്കേറ്റ് കിടക്കുന്നുണ്ടോ, അസുഖം ബാധിച്ചോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആളുകളെ പുറത്തേക്ക് എത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. NDRF അവർ ട്രെയിൻഡ് ആയതുകൊണ്ട് അവർക്ക് പുഴയിലൂടെ വടം കെട്ടിയൊക്കെ അങ്ങോട്ട് പോകാം. എങ്ങനെങ്കിലുമൊക്കെ അവർ അങ്ങോട്ട് എത്തുമെന്ന് പ്രതീക്ഷിക്കാം. കുറച്ചുപേർ പോയിട്ടുണ്ട്. അവരവിടെ എത്തിയ മെസ്സേജ് ഇതുവരെ ലഭിച്ചിട്ടില്ലെങ്കിലും അവർ എത്തുന്നുണ്ട് എന്നാണ് കരുതുന്നത്. പക്ഷേ അവിടുത്തെ സാധാരണക്കാരായ ആളുകളെ എങ്ങനെ എത്തിക്കും എന്നുള്ളതാണ്. മന്ത്രിമാരുടെ ആദ്യ സംഘം മധു ഇപ്പോൾ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഈ വെള്ളാർമല സ്കൂളിന് സമീപത്ത് എത്തിയിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ അങ്ങോട്ട് രക്ഷാപ്രവർത്തനം നടക്കുന്ന ചൂരൽമലയിലെ രക്ഷാപ്രവർത്തനം നടക്കുന്ന ഭാഗത്തേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും ഇവിടെ ഈ സൈന്യം എത്തിയാൽ മാത്രമേ ഇതിനൊരു കൃത്യമായ സംഘാതം അത് പറയുന്നുണ്ടായിരുന്നു. ഈ ചൂരൽമലയിലെ രക്ഷാപ്രവർത്തനം തന്നെ നാട്ടുകാരാണ് പ്രധാനമായും നടത്തുന്നത്. ഫയർഫോഴ്സ് ഒക്കെ കൂടെയുണ്ട്. എങ്കിൽ കൂടി അതിനൊരു കൃത്യമായ രൂപമില്ല. ഓരോ വീട്ടിലും കയറി തിരയുന്നു. പക്ഷേ അങ്ങനെയൊക്കെ ഒരു പക്ഷേ പറ്റുകയുള്ളൂ. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എല്ലാവരും കൂടി തിരയുക എന്നൊക്കെയാണ്. പക്ഷേ സംഘാത ഒരു ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. കുറച്ചുകൂടെ ശാസ്ത്രീയമായ രീതിയിലല്ല ആ റെസ്ക്യൂ നടക്കുന്നത് എന്നൊരു സംശയം പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. എല്ലായിടത്തും കയറി നോക്കുന്നു എന്നുള്ളതൊക്കെ ഒഴിച്ചാൽ. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ സൈന്യത്തെ കാത്തു നിൽക്കാനൊന്നും പറ്റുകയില്ല. ഒരു വീട്ടിലെ ആളുകൾ കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്ന് എല്ലാവരും കയറി തിരയുക തന്നെയാണ് സാധ്യമായ ഒരു മാർഗം. പക്ഷേ ഈ മുണ്ടക്കൈയിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായും വലിയ രീതിയിലുള്ള സംവിധാനം വേണം. പുനഃസ്ഥാപിക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗത്തിൽ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. ഇപ്പോൾ വലിയ ഒരു മണ്ണുമാന്തി യന്ത്രം ഈ വെള്ളാർമല സ്കൂളിനപ്പുറത്തേക്ക്, സാധാരണ JCB അല്ല അത്, അതിനേക്കാൾ ഹെവി ആയിട്ടുള്ള ഒരു ബുൾഡോസർ അങ്ങോട്ട് പോകുന്നുണ്ട്. കൂടുതൽ മരങ്ങളോ വീടിന്റെ അവശിഷ്ടങ്ങളൊക്കെ മാറ്റാനായിരിക്കും. സംശാദ് നേരത്തെ സംസാരിച്ചപ്പോൾ അത് ലൈവിൽ പറഞ്ഞോ എന്ന് എനിക്കറിയില്ല. പക്ഷേ സംശാദ് പറഞ്ഞൊരു കാര്യമുണ്ട്. രാവിലെ 4 മണിക്കാണ് അത്. ഒരുപക്ഷെ 2:30 ഈ മുണ്ടക്കൈയിൽ പൊട്ടിയ ശേഷം ഒഴുകി വന്നതാണോ എന്താണെന്ന് അറിയില്ല. ഒരു 4 മണി സമയത്താണ് ഈ ചൂരൽമലയിൽ ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ആ സമയത്ത് വിളിച്ച ഒരു സ്ത്രീയെ കാണാനില്ല. സംശാദിന്റെ ഒരു സുഹൃത്തിനെ അടക്കം വിളിച്ച് ഇവിടെ ഇങ്ങനെ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് ഇവരൊക്കെ എത്തുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളടക്കം മിസ്സിംഗ് ഉണ്ട്. അതുകൊണ്ട് 4 മണിക്കാണ് ഈ വെള്ളാർമല സ്കൂളിന് സമീപത്തെ വീടുകളിലൊക്കെ ഈ ദുരന്തം സംഭവിച്ചിരിക്കുന്നത് എന്നാണ് സംശാദ് പങ്കുവെച്ചത്. അത് മാത്രമല്ല, ഈ മരങ്ങൾ ഒഴുകി വന്നപ്പോൾ അത് യഥാർത്ഥത്തിൽ ആ സ്കൂൾ കെട്ടിടത്തിന് തട്ടി അവിടെ നിൽക്കുകയായിരുന്നു. അവിടെ അങ്ങനെ ഒരു തടസ്സം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ആ ഒഴുകി വന്ന ഈ മുണ്ടക്കൈയിൽ നിന്നൊക്കെ ഒഴുകി വന്ന എല്ലാ സാധനങ്ങളും നേരിട്ട് ചൂരൽമല ടൗണിലേക്ക് എത്തുകയാണെങ്കിൽ ഈ ടൗൺ അങ്ങനെ തുടച്ചു നീക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമായിരുന്നു. അല്പം ബലമുള്ള സ്കൂൾ കെട്ടിടത്തിൽ ഈ സാധനങ്ങൾ, പാറക്കല്ലും മരങ്ങളൊക്കെ വന്ന് തട്ടിയതുകൊണ്ട് ആ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നെങ്കിൽ കൂടി അത് താഴേക്ക് എത്തിയില്ല. ഈ ടൗണിലേക്ക് കുറച്ച് ചെളിയൊക്കെ വന്നുള്ളൂ. ആ ഒഴുകി വന്ന വേസ്റ്റ് അല്ലെങ്കിൽ ഈ പാറക്കല്ലും മരങ്ങളും കുറച്ചുകൂടി താഴേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ വലിയ രീതിയിലുള്ള ദുരന്തം ഈ ടൗൺ അങ്ങനെ തുടച്ച് നീക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നു. പക്ഷേ ആ മരങ്ങളൊക്കെ സ്കൂൾ കെട്ടിടത്തിൽ തട്ടി സ്കൂൾ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നവിടെ നിൽക്കുകയായിരുന്നു. എന്തായാലും പക്ഷേ ചൂരൽമലയിലും ഇനിയും ഒരുപാട് ആളുകളെ കണ്ടെത്തേണ്ടതുണ്ട്, തിരയാൻ ഉണ്ട്. വലിയ ബുദ്ധിമുട്ടേറിയ സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ആകെയുള്ള ഒരു ആനുകൂല്യം കാലാവസ്ഥ ഏറെക്കുറെ അനുകൂലമാണ്. വലിയ ശക്തമായ മഴ ഇന്ന് പകൽ പെയ്തിട്ടേ ഇല്ല. രാവിലെയൊക്കെ പുലർച്ചെ മഴയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മഴ മാറി നിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ് ആശ്വാസകരമായ കാര്യം. പക്ഷേ അപ്പോഴും മുണ്ടക്കൈയിലെ കാര്യത്തിൽ ഒരു തീരുമാനവും ആകുന്നില്ല, അങ്ങോട്ട് എത്താൻ കഴിയുന്നില്ല എന്നത് ആശങ്കയായി തന്നെ തുടരുന്നു. ശരി, കമൽ വിവരങ്ങളുമായി തുടരുക. ഇപ്പോൾ നമ്മൾ കാണുന്നത് ചൂരൽമലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ആ കാണുന്നത് അതാ മനുഷ്യർ അതിനിടയ്ക്കൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും അതിന് അത്രത്തോളം വലിയ പാറക്കല്ലുകളാണ് അവിടെ വന്നടിഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്ര പ്രഹരശേഷിയോടുകൂടിയാണ് ഈ ഉരുൾജലം എത്തിയത് എന്നുള്ളത് നമ്മൾ അറിയേണ്ടതാണ്. ഓരോ വീടുകളിലേക്കും ഓടിക്കയറി നോക്കുകയാണ്. സാധ്യമായ സമയത്തിനുള്ളിൽ രക്ഷാപ്രവർത്തകർ ആരെങ്കിലുമൊക്കെ അവിടെ പെട്ടുകിടക്കുന്നുണ്ടോ, ഏതെങ്കിലുമൊക്കെ ജീവൻ വീണ്ടെടുക്കാൻ കഴിയുമോ എന്ന ആകാംക്ഷയോടുകൂടി വെള്ളം കയറി ഇറങ്ങിപ്പോയ സ്ഥലമാണ്. അവിടെയൊക്കെ ആരെങ്കിലും വയ്യാത്തവരോ അസുഖബാധിതരോ ഒക്കെ കിടക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് പോവുകയാണ്. അത്രമേൽ ഓടിക്കയറി നോക്കുകയാണ് ഓരോ വീട്ടിലേക്കും. ഈ ദൃശ്യം കണ്ടാൽ നമുക്കറിയാം ഒരു തിട്ട ഇടിച്ച് ഒരു തുരുത്ത് ബാക്കി വെച്ച് 2 ഇടങ്ങളിലേക്കും വഴിമാറി ഒഴുകിപ്പോയ വലിയ ഉരുൾജലം ശേഷിപ്പിച്ച വിണ്ട് കീറിയ പ്രദേശമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ഇങ്ങനെ ഒന്നുമായിരുന്നില്ല എന്നുള്ളത് നമ്മൾ അറിയേണ്ടതാണ്. വളരെ ശാന്തമായി ഒഴുകിയ ഒരു പുഴ, അതിന് അടുത്ത് ഒരു ടൗൺ, അപ്പുറത്ത് ജനങ്ങൾ ജീവിച്ചിരുന്ന ഒരു മേഖല, ഇതൊക്കെയാണ് ഇങ്ങനെ നാശോന്മുഖമായി പോയത് എന്നുള്ളത് നമ്മൾ അറിയേണ്ടതാണ്. എത്ര വലിയ ദുരന്തമാണ് ആ മേഖലയിൽ ഉണ്ടായത് എന്നുള്ളത്
നമ്മുടെ മുന്നിലേക്ക് വെക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. നേവി അടക്കം പ്രദേശത്തേക്ക് എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കരസേനയുടെ 200 രക്ഷാ ദൗത്യ സംഘം വയനാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. സുലൂർ സ്റ്റേഷനിൽ നിന്ന് 2 ഹെലികോപ്റ്ററുകളും തിരിച്ചിട്ടുണ്ട്. 250ഓളം പേർ സ്ഥലത്ത് ഒറ്റപ്പെട്ട് കിടക്കുന്നു എന്ന് സർക്കാർ അറിയിച്ചതായിട്ടാണ് സൈന്യം പറയുന്നത്.